രാജ്യത്ത് ആൾക്കൂട്ടാക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസവും ഒരാൾ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് ചില സംസ്ഥാനങ്ങളിലെ നിയമ നടപടികളാണ്. ആൾക്കൂട്ടാക്രമണത്തിലെ അക്രമകാരികളെ രക്ഷിക്കുന്ന ഒരു സ്വഭാവം ചില സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ്. എന്നാൽ ഈ വസ്തുതകൾക്ക് വലിയ തിരിച്ചടിയാണ് മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാർ നൽകിയിട്ടുള്ളത്. ആൾക്കൂട്ടാക്രമണത്തിനെതിരെ നിയമവുമായി കടന്നു വന്ന് ഗോസംരക്ഷകരെ വിറപ്പിക്കുകയായിരുന്നു കമൽനാഥ്. ഇപ്പോഴിതാ ആൾക്കൂട്ടാക്രമണത്തിനെതിരെ നിയമവുമായി മറ്റൊരു സംസ്ഥാനവും കൂടി കടന്നു വരികയാണ്. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ, ഗെഹ്ലോട്ട് സർക്കാർ. സച്ചിൻ പൈലറ്റും ഗെഹ്ലോട്ടും ശക്തമായിട്ടുള്ള നീക്കമാണ് ആൾക്കൂട്ടാക്രമണങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഇന്നലെ തിങ്കളാഴ്ച നിയമസഭയിൽ നിയമമന്ത്രിയായിട്ടുള്ള ശാന്തി ദരിവാൾ ബില്ല് അവതരിപ്പിക്കുകയും ആ ബില്ല് പാസ്സാകുകയും ചെയ്തു. ഇത് ഗോസംരക്ഷകരെ വിറപ്പിക്കുന്ന ഒരു ബില്ല് തന്നെയാണ്. ഗോസംരക്ഷകരുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് പുതിയ നിയമ നടപടികളിലുള്ള ശിക്ഷ. പരിക്കേറ്റ് കഴിഞ്ഞാൽ 10 വർഷം തടവും 25,000 രൂപ പിഴയുമാണ് പുതിയ നിയമ നടപടികളിലുള്ള മറ്റൊരു ശിക്ഷ. അത് മാത്രമല്ല, പൊതുവെ ഈ ആൾക്കൂട്ടാക്രമണങ്ങളിൽ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ നിയമ നടപടികൾക്കായി മുന്നോട്ട് വരുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഒരാൾക്കൂട്ടം ഒന്നിച്ചു നിന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ആട്ടിയോടിക്കുന്നു, അതുപോലെ തന്നെ സാക്ഷി പറയാൻ വരുന്നവരെ വകവരുത്തുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു. അവരെയും ആൾക്കൂട്ടാക്രമണത്തിന് ഇരയാക്കുന്ന ഒരു സ്വഭാവം സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു വലിയ കാഴ്ചയുണ്ട്. ഇതിനെയും നേരിടാൻ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് വന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കയ്യടി നൽകേണ്ട വകുപ്പുണ്ടാക്കുന്നത്. അതായത് ഇത്തരത്തിൽ നിയമ നടപടികളെയും സാക്ഷികളെയും ഭീഷണിപ്പെടുത്തുന്നവർക്കെതിരെ എടുക്കുന്ന നടപടി എന്ന് പറയുന്നത് 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ഇവർക്ക് മേലിൽ ചുമത്താനുള്ളത്. നേരത്തെ BJP സർക്കാർ കൊണ്ടുവന്നിരുന്ന എല്ലാ കാര്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഇത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗെഹ്ലോട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സച്ചിൻ പൈലറ്റും ശക്തമായിട്ട് ആൾക്കൂട്ടാക്രമണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത് ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നവർക്ക് വലിയ ഭയമായിരിക്കും ഇത്തരത്തിലുള്ള നിയമ നടപടികൾ നൽകുന്നുള്ളത്. ഇങ്ങനെയൊരു നിയമ നടപടികളുമായി, പുതിയ നിയമവുമായി മുന്നോട്ട് വരാൻ തയ്യാറായ രാജസ്ഥാൻ സർക്കാരിന് 1000 അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.